CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ ഡിഫൻസ് നിര ശക്തമാക്കുവാൻ വേണ്ടി ഒരു സൂപ്പർ താരത്തെ ബംഗളൂരു FC നിന്നും ടീമിലേക്ക് എത്തിക്കുവാൻ പോവുകയാണ്. കൂടാതെ തന്നെ നിലവിൽ എല്ലാവരുടെയും ഒരു ചർച്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ മിക്കായൽ സ്റ്റേറെ പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗളൂരു FCയുടെ സൂപ്പർ താരമായിട്ടുള്ള നമ്യാൽ ബ്യൂട്ടിയ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു എന്നും ഈ ഒരു താരവുമായി കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞു എന്നുമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം റൈറ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം നടത്താൻ കൽപ്പുള്ള താരമാണ്. റൈറ്റ് ബാക്കിനെ കൂടാതെ തന്നെ ഈ ഒരു താരം ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കൂടാതെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കൽപ്പുള്ള താരം കൂടിയാണ്. ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിലും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലും നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FCക്ക് വേണ്ടിയിട്ട് 10 മത്സരങ്ങളിൽ താരം പന്ത് തട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒരു മത്സരത്തിൽ പോലും ബംഗളൂരു FCക്ക് വേണ്ടിയിട്ട് ഈ ഒരു താരം പന്ത് തട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു താരം ബെഞ്ചിലുമായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു താരത്തെ നോട്ടം ഇട്ടിട്ടുണ്ടാവുന്നതും. ഏതായാലും ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിക്കായൽ സ്റ്റേറയെ കുറിച്ചാണ്. നമുക്കറിയാം തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC എങ്ങനെയോ ഒന്ന് ചെന്നൈയിൻ FCയോട് 3-0 എന്ന മാർജിൻ സ്കോറിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു മത്സരം വിജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ആരവം പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷമുള്ള ഈ അടുത്തു കഴിഞ്ഞ അവസാനത്തെ FC ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ വീണ്ടും അതാ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിലെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കായൽ സ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ അഥവാ ഒരുപാട് റൂമറുകളും പുറത്തേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു പരിശീലകനെ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയില്ല എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ CEO തന്നെ ഡയറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പരിശീലകനെ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന റിപ്പോർട്ടുകൾ അഥവാ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ന്യൂസുകളും ഫേക്ക് ആണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പത്തെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ചിനെയും മിക്കായൽ സ്റ്റേറയും താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മിക്കായൽ സ്റ്റേറയുടെ ടാക്ടിക്സ് ബ്ലാസ്റ്റേഴ്സിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു സീസണിലെ ആദ്യത്തെ 6 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് 2 മത്സരം വിജയിക്കാനും സാധിച്ചു, 1 മത്സരം സമനിലയിൽ അവസാനിച്ചു, 4 മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സെർബിയൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് പരിശീലിപ്പിച്ച സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 4 മത്സരം വിജയിച്ചു, 2 മത്സരം സമനിലയിൽ അവസാനിച്ചു, ഒരൊറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ലായിരുന്നു. ഏതായാലും മിക്കായൽ സ്റ്റേറയുടെ ടാക്ടിക്സ് ബ്ലാസ്റ്റേഴ്സിൽ ഒന്നും തന്നെ വർക്കൗട്ട് ആകുന്നില്ല എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സീസൺ അവസാനം വരെ മിക്കായൽ സ്റ്റേറെ നമ്മൾ തീർച്ചയായിട്ടും സഹിക്കേണ്ടി തന്നെ വരും. പക്ഷേ ഈ പരിശീലകനെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് ഒന്നും തീരുന്നില്ല ഇവിടെ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അകപോയിനുള്ള ഒരു സപ്പോർട്ട് വരെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ജീക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിട്ടപ്പോൾ അദ്ദേഹത്തിന് പകരമായി കൊണ്ട് ഒരു താരത്തെയും റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾക്കും അനാലിസിസ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.